നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്ത് ചെയ്യൂ ആന്റി? ഞാൻ നിന്നെ സഹായിക്കാമെന്ന് ഏറ്റത് അത് മാധവമംഗലത്തെ ഇന്ദ്രജയുടെ വാക്ക. എന്റെ വാക്ക് ഞാൻ ലംഘിക്കണമെങ്കിൽ എനിക്ക് ജീവനില്ലാതാവണം. എനിക്ക് ആന്റിയെ വിശ്വാസം, അതിന് യാതൊരു സംശയവും വേണ്ട. എന്നാ നീ ധൈര്യത്തോടെ മുന്നോട്ട് പോ. നിന്റെ കൂടെ ഞാനുണ്ട്. ശരി ആന്റി. ആദ്യം ആ പണം കൈക്കലാക്കാനുള്ള വഴി നീ ആലോചിക്കും. അത് കയ്യിലായാൽ നീ രക്ഷപ്പെട്ടു. പിന്നെ നീ എന്നെ വിളിക്കും. നിങ്ങളെ ഞാൻ ഒരാളും കണ്ടുപിടിക്കാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കും. ഭൂമിശാസ്ത്രത്തിൽ പോലും ഇല്ലാത്ത ഒരു സ്ഥലം. ആ പണം കൈക്കലാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. പക്ഷേ അതെടുക്കാൻ ഇത്തിരി പാടാം. എടാ, ഒരു പാടും ഇല്ല. അതിനെ നല്ല ബുദ്ധിമതി. ആദ്യം നീ അത് വെച്ചിരിക്കുന്ന അലമാരയുടെ താക്കോൽ എവിടെയാന്ന് കണ്ടുപിടിക്കേ. പിന്നെ എളുപ്പമല്ലേ? ഞാൻ ശ്രമിക്കാം ആന്റി. പക്ഷേ ആ ജോത്സ്യൻ ഇവിടെ വന്ന് തീയതി കുറിപ്പിച്ചാ? അതിന് ജോത്സ്യൻ ഇവിടെ വന്നിട്ട് വേണ്ടേ? അയാള് വരില്ല. അക്കാര്യം ഞാൻ ഏറ്റു. മനസ്സിലായോ? എവിടെയോ കണ്ടതായി ഓർമ്മയുണ്ട്. താനേ ഓർത്തൊന്നും ബുദ്ധിമുട്ടണ്ട. ഞാൻ മാധവമംഗലത്തെ ഇന്ദ്രജ. ഓ, ഇന്ദ്രജ. മാഡത്തിന് എന്നെ മനസ്സിലായോ? തന്നെ എനിക്കറിയാം. താനാ ഉണക്ക് ജോത്സ്യരല്ലേ? താനിപ്പോ എങ്ങോട്ട് പോകുന്നറിയൂ? അത് ചെമ്പകമംഗലത്തേക്ക്. രാമഭദ്രൻ സാർ വിളിച്ചിട്ടാ ഞാൻ അങ്ങോട്ട് പോകുന്നത്. ആ രാമഭദ്രൻ സാറേ എന്റെ ഏട്ടന്, ആ ജന്മ ശത്രുവായ ഏട്ടൻ. കൂടപ്പുറപ്പുകളുടെ ഇണക്കവും പിണക്കവും ഒക്കെ സ്ഥായിയാണോ മാഡം? അത് മഴക്കാറ് പോലെയാ, വരും പോകും. തത്വജ്ഞാന പ്രസംഗമൊക്കെ അങ്ങ് അമ്പലമുറ്റത്ത് മതി. എന്നോട് വേണ്ട. മാഡം ഇത്രയ്ക്ക് ദേഷ്യപ്പെടാൻ ഞാൻ മാഡത്തോട് എന്ത് തെറ്റാ ചെയ്തത്? താൻ എനിക്കെതിരായി ഒരു കാര്യം ചെയ്യാൻ പോവാ. അതുകൊണ്ടാ തന്നെ ഞാൻ ഇവിടെ തടഞ്ഞത്. മനസ്സിലായില്ല. താൻ പോകുന്നത് എന്റെ അനുവാദമില്ലാതെ ചെമ്പകമംഗലത്തുകാർ നടത്താൻ പോകുന്ന എന്റെ മകളുടെ വിവാഹ മുഹൂർത്തം കുറിക്കാനാ. മാഡത്തിന്റെ മകളോ? ആ അതെ, എന്റെ അനുജത്തിയുടെ മകളാ മീനാക്ഷി. എന്റെ പെർമിഷൻ ഇല്ലാതെയാ അവരെന്റെ മകളുടെ കല്യാണം നടത്താൻ പോകുന്നത്. അത് ഞാൻ അനുവദിക്കില്ല. അവർ ആ കല്യാണത്തിന്റെ തീയതിയും മുഹൂർത്തവും കുറിപ്പിക്കാനാ എന്നെ വിളിപ്പിച്ചിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം മാഡം? താൻ ഒന്നും ചെയ്യണ്ട. തൽക്കാലം താൻ പോകുന്നില്ല. ചതിക്കരുത് മാഡം. എന്റെ തൊഴിൽ തടസ്സപ്പെടുത്തരുത്. ഞാൻ പറയുന്നത് തൽക്കാലം താൻ കേട്ടാ മതി. താൻ കേട്ടില്ലെങ്കിൽ തന്റെ കാലുകൾ രണ്ടും ഞാൻ തല്ലി ഒടിക്കും. അവരെ വിളിച്ചാൽ ഞാൻ എന്ത് പറയും മാഡം? ആ, അവര് വിളിക്കട്ടെ. എന്ത് പറയണമെന്ന് ഞാൻ തനിക്ക് പഠിപ്പിച്ചു തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.